കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഒക്കെ കഥയിലേക്ക് ഇങ്ങോട്ട് പോയാലോ. ഇന്ന് മുതൽ ഇനിയിപ്പം ഞാൻ എല്ലാ ദിവസവും ഇനിയിപ്പം പ്രമോ വിശേഷമായിട്ടും ഫുൾ വിശേഷമായിട്ടും ബാലന്റെ കഥയായിട്ട് വരും കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. കുറച്ചു പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാലന്റെയും ഗോമതിയുടെയും ഒക്കെ കഥ ഇടാവോന്ന്. അപ്പൊ അതുകൊണ്ട് എല്ലാരും കാണുന്നവരൊക്കെ മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് അങ്ങനെ മീനാക്ഷിനെ കല്യാണം കഴിക്കാനായിട്ട് ആകാശ് എത്തുവാണ് ക്ഷേത്രത്തിലേക്ക്. അതിന് ഫുൾ സപ്പോർട്ടും ചെയ്ത ആരെയും കൂടെയുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയിട്ട് ആകാശിന്റെ ആണെങ്കിൽ ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ കാര്യമല്ല, അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു. ഈ വിറയലിനിടയിലും ആകാശ് നേരെ ആരിനെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പോവാ. എന്നിട്ട് ചോദിച്ചു, എടാ എനിക്കൊരു സംശയമുണ്ട്, എന്താ ഏട്ടാ കാര്യം എന്താ? അല്ല നിനക്ക് ഇതിന് മാത്രം പൈസ എവിടുന്നാ? ഇപ്പൊ തന്നെ ഡ്രസ്സ് എടുത്തു, എനിക്ക് ഡ്രസ്സ് എടുത്തു, അവൾക്ക് സാരി മേടിച്ചു, എല്ലാ കാര്യങ്ങളും നടത്തി, ഇതിനു വേണ്ടി പൈസ എവിടുന്നാ നിന്റെ കയ്യില്? ഒരു രൂപ പോലും ഇല്ലാത്ത നീ എവിടുന്ന ഇത്രയും പൈസ കൊടുത്തി ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് ചോദിക്കാം. പെട്ടെന്ന് ആരും പറഞ്ഞു, ഞാനൊരു മോഷണം നിർത്തിയെന്ന് പറയാം. മോഷണം എവിടുന്ന്? വീട്ടിൽ നിന്ന് തന്നെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. വീട്ടിൽ നിന്നോ? അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ കൊണ്ട് പൈസ കൊടുക്കുന്നത് കണ്ടായിരുന്നു അമ്മയുടെ കയ്യിലേക്ക്. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പൈസ മോഷ്ടിക്കാതെ അറിയില്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താന്ന് പറയാം. എടാ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? എനിക്കറിയാം ഏട്ടാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ സാഹചര്യം ഇതായി പോയില്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏട്ടൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. അതെ, മുഹൂർത്തത്തിനുള്ള സമയമായി. മീനാക്ഷിയുടെ അവിടെ തനിച്ച് നിൽക്കുക. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല. എന്നാലും എനിക്ക് പേടിയാടാ. ഇപ്പൊ നീ മോഷ്ടിച്ചു, അതൊരു വശേ. അതിന്റെ കൂടെ വിവാഹം കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടാ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇതേ അവസാനം കാല് വരുന്ന പരിപാടി കാണിക്കില്ലെന്ന് പറയണ. കാല് വരുന്ന പരിപാടിയല്ല, എനിക്കൊരു വിറയലൊക്കെ ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേട്ടാ. ഏട്ടൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ മീനാക്ഷി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മീനാക്ഷി ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഒന്നും തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പൊ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പൂർത്തിയാക്കാതെ പറ്റില്ലല്ലോ എന്ന് പറയണ. തിരുമേനി വന്നിട്ട് പറഞ്ഞു, അതേ മുഹൂർത്തത്തിന് സമയമായി, രണ്ടുപേരും കൂടെ വരാൻ പറയണം. അങ്ങനെ ആര്യനും പിന്നെ ആര്യന്റെ കൂട്ടുകാരൻ അജിത്തൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ താലികെട്ട് മുഹൂർത്തത്തിനുള്ള സമയമായി. താലി എടുത്ത് തിരുമേനി കൊടുത്തു കഴിഞ്ഞപ്പം ആകെപ്പാടൊരു വെപ്രാളവും വിറയല് വരുന്നു ആകാശിന്റെ ഉള്ളിലുണ്ട്. ദൈവമേ, ഇതെങ്ങാനും എനിക്ക് ആപ്പാട് ടെൻഷൻ കൈ വിറയ്ക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത്ര ടെൻഷനും പേടിയൊന്നും മീനാക്ഷിയുടെ ഉള്ളിലില്ലായിരുന്നു. മീനാക്ഷിക്കാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ഇനി എത്രയും പെട്ടെന്ന് തന്റെ കല്യാണം നടത്തും. അപ്പൊ അത് ഒരു കാരണവശാലും അങ്ങോട്ട് പോയിക്കൂടാ. അതുകൊണ്ട് ഇനിയിപ്പോ പോകുമ്പോഴേ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ ചെന്ന് കയറിയാലുള്ള അവസ്ഥ, ആകാശിന്റെ വീട്ടിൽ ചെന്ന് കയറിയാലുള്ള അവസ്ഥകളെ കുറിച്ചൊന്നും മീനാക്ഷിക്ക് അത്ര ബോധ്യമില്ല. പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ. പക്ഷെ എത്രമാത്രം ഭീകരമാണെന്ന് അറിയത്തില്ല. അത് ശരിക്കും അറിയാവുന്ന ആകാശിനും ആര്യനൊക്കെയാണ്. ആര്യനറിയായിരുന്നു ഉറപ്പായിട്ട് അടി ഉറപ്പാ. ഒരുപക്ഷെ തന്നെ ചേട്ടനും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുഹൂർത്തമായി കഴിഞ്ഞപ്പോൾ താലി എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിറയ്ക്കുന്ന കൈകളിലൂടെ താലി കെട്ടുവാണ്. അങ്ങനെ ആകാശും മീനാക്ഷിയും തമ്മിലുള്ള വിവാഹം നല്ല മംഗളകരമായിട്ട് നടന്നു. വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാലയൊക്കെ ഇടുവാണ്. ഈ സമയത്തും ആകാശിന്റെ ടെൻഷൻ മാറിയിരുന്നില്ല. പെട്ടെന്ന് ആരും ചെന്ന് പറഞ്ഞു, ഏട്ടന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കണോ. ഇച്ചിരി സന്തോഷമായിട്ട് കല്യാണം കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കാം. എന്നാലും കല്യാണം കഴിഞ്ഞു, ഇനി എങ്ങനെയാടാ വീട്ടിലേക്ക് പോകുന്നേ? വീട്ടിലേക്ക് പോകാതെ പറ്റില്ലോ. എപ്പോഴാണെങ്കിലും അച്ഛൻ അറിയും. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ കാര്യത്തിലൊരു തീരുമാനമോ. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് ഏട്ടത്തിയുടെ കഴുത്തി താലി ആർത്തിയിട്ടുണ്ട്, ഇനി തൊട്ട് എന്റെ ഏട്ടത്തിയമ്മയെ നിൽക്കണേന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, ആകാശം എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? കല്യാണം കഴിഞ്ഞില്ലേ, നമുക്ക് കയറി അങ്ങോട്ട് ചെല്ലാം. അങ്ങോട്ട് ചെന്നിട്ട് ഇനിയിപ്പോ ഇറക്കി വിടുവാണെങ്കിൽ ബാക്കിത്തെ കാര്യം പിന്നെയല്ലേ. എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് അതോർത്ത് ഭയപ്പെടുകയൊന്നും വേണ്ടെന്ന് പറയാം. ഈ സമയം ആരും ചോദിച്ചു, അല്ല ഇനിയിപ്പം മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമോ അച്ഛനായാലും? പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല, നമ്മൾ വിവാഹിതരായല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും അല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ ആദ്യമൊക്കെ ഇച്ചിരി എതിർപ്പുകൾ കാണുമായിരിക്കും, അച്ഛനമ്മയ്ക്ക് വിഷമം കാണുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, അത് പതുക്കെ മാറുമെന്ന് പറയണം. മീനാക്ഷിക്ക് പിന്നെ ഒരു ഇച്ചിരി ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നാലിലൊന്നും ധൈര്യം പോലും ആകാശിനില്ലായിരുന്നു. ഈ സമയം ബാലൻ കടയിലേക്ക് എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. സമയം നാരായണ ചേട്ടൻ വന്ന് ചോദിച്ചു, അല്ല ഇതുവരെ ആയിട്ടും അവൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ് ആകാശം. എന്ത് പറയണ നാരായണേട്ടാ, ഇന്നാണെങ്കിൽ ആകാശിന് അവന്റെ കൂടെ കോളേജ് വരെ പോകേണ്ട വന്നു, ആര്യന്റെ കൂടെ. അതിനുവേണ്ടി പോയേക്കുക. അപ്പൊ ഇന്നത്തെ ഓട്ടം മൊത്തം ഇനി നമ്മൾ രണ്ടും തന്നെയായിരിക്കും എന്ന് പറയാം. ശരിയാ, അവൻ പഠിച്ചെങ്കിലും ഒരു നല്ല നിലയിൽ എത്തുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. ആകാശിനെ പഠിക്കാൻ പറ്റില്ല, അപ്പൊ ആരെങ്കിലും പഠിക്കട്ടെ എന്ന് പറയാണ്. അതെന്റെ ഒരു വാശിയ നാരായണേട്ടൻ അറിയാലോ, അപ്പുറത്തെ മിത്രേനേക്കാളും നല്ല മാർക്കോട് കൂടി എന്റെ മോൻ പാസ്സാകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്നവനെ ഞാൻ വിട്ടത്.
എന്തോ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ആകാശിനെ കൂടെ വിടത്തില്ലായിരുന്നൊക്കെ പറയാം. ഇങ്ങനെയെല്ലാം സംസാരിച്ചിട്ട് പിന്നെ അവിടുത്തെ ജോലികളൊക്കെ തുടരുവാണ്. ഈ സമയം കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുവാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആകാശ് ചോദിച്ചു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ പരിപാടി, എന്ത് ചെയ്യാനാ, നമുക്ക് വീട്ടിലേക്ക് ചെല്ലാന്ന് പറയണം. പക്ഷെ വീട്ടിലേക്ക് ചെല്ലാൻ എനിക്ക് പേടിയാ, എനിക്കറിയാലോ. പേടിച്ചിട്ട് കാര്യമില്ല ഏട്ടാ. എപ്പോഴാ ഇപ്പൊ ഏട്ടത്തിന് കഴുത്ത് താലി ആർത്തി, ഇനിയിപ്പോ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഏട്ടൻ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഒരു ഭർത്താവായിട്ടിരിക്കുക. എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് വേണം പോകാനെന്ന് പറയാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ധർമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യം പറഞ്ഞു, അതെ അത്യാവശ്യമായിട്ട് കാര്യമുണ്ട്, വീട്ടിലേക്ക് ഒന്ന് വരണമെന്ന് പറയാം. അതുപോലെ തന്നെ ആനന്ദേട്ടനോടും വിളിച്ച് പറയാണ്, ആനന്ദേട്ടൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ പറഞ്ഞു. എന്താണ് ഇത്ര പ്രത്യേകിച്ച് എന്താ കാര്യം, പെട്ടെന്ന് വരേണ്ട, അത് കാര്യമുണ്ട്, ഒരു കാര്യം ഉള്ളതുകൊണ്ടാ വരണമെന്ന് പറയാണ്. ഒരു കാര്യമില്ലാതെ ആര്യം ഞങ്ങൾ പറയില്ലെന്നറിയാം. അപ്പൊ അവരൊക്കെ നേരത്തെ വീട്ടിലേക്ക് എത്തി. ഈ സമയം അലോക് ഈ വിവരം അറിഞ്ഞു. അലോകിന് ഈ രഹസ്യ വിവരം കിട്ടിയത് കല്യാണം കഴിഞ്ഞുള്ള ഈ കാര്യം അറിഞ്ഞു. അലോക് നേരെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമുക്കൊരു സന്തോഷ വർത്താനം ഉണ്ടെന്ന് പറയാം. സന്തോഷ വർത്താനം എന്താ? അതെ, അപ്പുറത്തെ ഒരുത്തന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. കല്യാണം ആരുടെ? അച്ഛാ, അച്ഛന്റെ ശത്രുവിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞത്. അതറിഞ്ഞില്ലോ. അതൊക്കെ നടന്നച്ചാ, എനിക്കൊരു രഹസ്യ വിവരം കിട്ടിയതാ. ക്ഷേത്രത്തിൽ വെച്ച് കെട്ട് നടന്നെന്നാ അറിയാൻ കഴിഞ്ഞെന്ന് വേണം. ആഹാ, അത് കൊള്ളാലോ. പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ ആ വീട്ടിൽ എല്ലാവരും ആ കാര്യങ്ങൾ അറിഞ്ഞു. ആകെപ്പാടെ സങ്കടം ഉണ്ടായിരുന്ന നന്ദിനിക്ക് അവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അച്യുതനും ആനന്ദിനും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ വേണം ബാലന്. അവന്റെ മകൻ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനിയാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അവരെല്ലാം അങ്ങനെ ഒരുങ്ങിയിരിക്കുവാണ്. ആകാശൊക്കെ വീട്ടിലേക്ക് വരുന്നതും കാത്തിട്ട്. അങ്ങനെ പിന്നീട് ആകാശും മീനാക്ഷിയും ആര്യനും എല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആകാശനാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ട്, പൂക്കൾ പോലെ വരയ്ക്കുന്നുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ പേടിച്ചു പറിച്ച് വരുവാണ്. ഈ സമയം ആര്യൻ ധൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നു. ദേ ആകാശേട്ടാ, ഇനിയെങ്കിലും ഈ ഇച്ചിരി ധൈര്യം സംഭരിക്കുക, വീട്ടിലേക്ക് കയറി ചെല്ലും, ധൈര്യത്തോടെ നിൽക്കണം. ദേ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടാ വരുന്നത്. ഇവിടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഏട്ടൻ ഇനി പിടിച്ചുവെപ്പുണ്ടാവില്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോണം, ഇത് ജീവിതമാണെന്ന് പറയാണ്. അങ്ങനെ വന്ന് കാറിൽ ഇറങ്ങി കഴിയുമ്പത്തേനും അവിടെ അപ്പുറത്തെ വീട്ടിൽ എല്ലാവരും ഹാജരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വിവരം അവരൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അലോക് വന്ന് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കാഴ്ചക്കാരെ പോലെ നിൽക്കുവാണ്. അങ്ങനെ കാറ് വന്ന് നിർത്തിയതും ആദ്യം ഇറങ്ങി വന്നത് ഗോമതിയാണ്. ഗോമതി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആദ്യം ആര്യൻ ഇറങ്ങി വന്നു. ആര്യന്റെ പുറകെ നോക്കുമ്പോ ആകാശ് ഇറങ്ങി വരിക ഒരു വിവാഹ വേഷത്തില്. പുറകെ മീനാക്ഷിയും പൂമാലയൊക്കെ ഇട്ട് കല്യാണ വേഷത്തിൽ വന്നു. ഈ കാഴ്ച കൊണ്ട് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി ഗോമതിക്ക്. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന അവസ്ഥ. ഈ സമയത്താണ് ബാലൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ബാലൻ കണ്ടു ഇത്. ഈ കാഴ്ച കണ്ടതും ബാലിന് തല ഇറങ്ങുന്ന പോലെ തോന്നി. ബാലൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ആര്യൻ അങ്ങനെ ചെയ്താലും ഒരു കാരണവശാലും ആകാശ് അങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ കാഴ്ച കണ്ടുകൊണ്ട് അപ്പുറത്ത് നിന്ന് അച്ഛനും പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല കാഴ്ച തന്നെയാണല്ലോ, അച്ഛന്റെ പാത തന്നെയാണല്ലോ മക്കളും പിന്തുടരുന്നേ. പഴികാട്ടി അച്ഛനല്ലേ, പിന്നെ എങ്ങനെ മോശമാതിരിക്കൂന്ന് പറയാണ്. ബാലനാകെപ്പാടെ ചുരുങ്ങി ചെറുതായി പോയ അവസ്ഥയായിപ്പോയി. ആരും രൂക്ഷമായിട്ടൊന്നും നോക്കുക മാത്രമേ ഇതേ. ഈ സമയത്ത് അടിയുണ്ടാക്കാൻ പോയിട്ട് കാര്യമില്ല. വീട്ടിനകത്തേക്ക് ആകാശനെ കയറ്റുമല്ലോ എന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയാ. അങ്ങനെ ആകാശും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും ബാലനങ്ങോട്ട് പറഞ്ഞു തന്നു. ബാലൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് സംഭവിച്ചു പോയി. എനിക്ക് ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ മീനാക്ഷിയുടെ അടുത്ത് താലി കെട്ടേണ്ടി വന്നു. അച്ഛനോട് ക്ഷമിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറയാം. ഇത് പറഞ്ഞു തീർന്നും ബാലൻ എന്ത് ചെയ്യുവാണ്, അവന്റെ കാരണം തീർത്ത് ഒറ്റ ഒരെണ്ണം കൊണ്ട് പൊട്ടിക്കുകയാണ്. ഒറ്റ ഒരെണ്ണം പൊട്ടിച്ചോണ്ട്, നീ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നിന്നോട് ക്ഷമിക്കല്ല, നിന്നെ വീട്ടിൽ ഞാൻ കയറ്റാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ബാലനങ്ങ് തിരിഞ്ഞു നടക്കുക. ബാലനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മേലാല് എന്റെ വീടിനകത്തേക്ക് കയറി നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് മീനാക്ഷിക്കാണ് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയം ഗോമതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഗോമതിയുടെ അടുത്തേക്ക് ആകാശം വന്നിട്ട്, അമ്മേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, അമ്മ അച്ഛനോട് സംസാരിക്കുക, ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയാണ്. ഇത് പറഞ്ഞു തീരുവല്ല, ഗോമതി ബോധം കെട്ടു പോയത് ഒരുമിച്ചായിരുന്നു. നേരെ ആനന്ദിന്റെ ധർമ്മജന്റെ കൈകളിലേക്ക് ബോധം കെട്ട് പോവാണ്. ഗോമതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ആകാശ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ചുറ്റുമുള്ളതെല്ലാം നോക്കി നിൽക്കുക, ശത്രുക്കളെല്ലാം നോക്കി നിൽക്കുക. ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആകാശൊക്കെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ള, ഇനിയിപ്പോ അവരെങ്ങോട്ട് പോകുന്നൊക്കെ.
അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളെ മുതൽ ഇതിന്റെ ഫുൾ വിശേഷം വൈകുന്നേരത്തെ പ്രമോ വിശേഷം ഒക്കെ ഇടും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.